ഇത് പുത്തിരിച്ചുണ്ട. ഇതെന്തിനു ഉപയോഗിക്കണതമ്മാ? ഇത് മരുന്ന് ചേർക്കാം, നീർക്കെട്ടിന് വറമരുന്ന് ഉണ്ടാക്കി നമുക്ക് വറുത്ത് വറാശായം കുടിക്കാം. യാത്രയിൽ ഞങ്ങളിതാ കപ്പ നട്ടേക്കുന്ന സ്ഥലത്ത് വരെ എത്തി. എന്തുട്ടമ്മ? പെരുങ്കലോ? ഇതെന്തിനുള്ളതാ? ഒരു പേരുള്ളൂ. അമ്മച്ചിയുടെ കണ്ടുപിടുത്താണെന്ന് അറിയാൻ പാടില്ല. ഒരു പേരെന്നാണ് അമ്മ പറയുന്നത്. മുക്കുറ്റി, ഇത് പൂവാങ്കുരുന്നല. നോക്കട്ടെ, പൂവാങ്കുരുന്നലാണെങ്കിൽ ഇത് പൂവാങ്കുരുന്നല. ഇത് പനിക്ക് തലവേദനക്ക് ഒക്കെ നല്ല സാധനം. ഇത് കല്ലുരുക്കി. കല്ലുരുക്കി. ഇതെന്തിനാ ഉപയോഗിക്കണേ? ഇത് കഞ്ഞിക്ക് ഉപയോഗിക്കാം, ഇവിടെ മൂത്തത്തി കല്ലിന് ഉപയോഗിക്കാം. മൂത്തത്തി കല്ലിന് അരച്ച് പാലിൽ കുടിക്കും. എന്തുട്ടാ? ചെറുപ്പക്കൊട്ട്. ഇതും മരുന്ന് ചേർക്കാം. ചെറിയ കലമ്പൊട്ട. എന്നതാ? ചെറിയ കലമ്പൊട്ട കാണിച്ചേ. ചെറിയ കലമ്പൊട്ടയോ? ചെറിയ കലമ്പൊട്ട. അതെന്ന് പറഞ്ഞാൽ 2 സൈസ് ഉണ്ട്. കഞ്ഞി ചേർക്കുന്നതും മരുന്ന് ചേർക്കുന്നതൊക്കെ. മൂഞ്ഞ മരുന്ന് ചേർക്കണം. നീർക്കെട്ടിനും ഒക്കെ നല്ലതാണിത്. നീർക്കെട്ടിനും ചുമക്കും ഒക്കെ നല്ല സാധനം ഇത്. കഞ്ഞിയിൽ അരക്കാൻ. ഇത് മരിച്ചവി. ഇത് മഞ്ഞഞ്ഞി തന്നെയുള്ള ചുമക്ക് നല്ല ഉഗ്രം സാധനം. ഇത് ചുമക്ക്. അപ്പോൾ കഞ്ഞിയിൽ അത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ചേർക്കും. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ തിന്നുകൊണ്ടിരുന്ന കൊട്ടോക്ക, അതിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു നൊസ്റ്റു കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ട് പറിച്ചതാട്ടോ. എൻ്റെ കൂടെ എൻ്റെ ഇത്തായി ഉണ്ടേ. ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം ഞങ്ങൾക്ക്. കൊട്ടോക്ക ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ പറിച്ച് തിന്നുകൊണ്ടിരുന്ന സാധനമാണ്. ഒറ്റച്ചെത്തി ഒറ്റച്ചോട്. ആ ഒറ്റച്ചെത്തി എന്ന് വെച്ചാൽ ഒറ്റ ചോടായിട്ട് നിൽക്കണ ചെത്തി. ഒറ്റ കുരിയിലോ? എന്തുട്ടാ വെച്ചത്? ഒറ്റ കുരിയില്. നോട്ടങ്ങ നോക്കട്ടെ വെച്ച്. ഇതാണ് ചെറുപുള. കർക്കിടകത്തിലെ കഞ്ഞിക്ക് ചെറുപുള. കർക്കിടക കഞ്ഞി മൂത്രം പോകാനൊക്കെയുള്ള നല്ലതാണ്. ഇതിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മൂത്ര ചൊടിച്ചിൽ, മൂത്രക്കല്ല്, മൂത്രപ്പഴുപ്പ് ഇതിനൊക്കെ നല്ലതാണ്. ഇത് പൊടിയ ഉണക്ക്. ഈ സാധനം വയറിളക്കത്തിന് പൊടിയരി ഇട്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ്. കഫം പോണതിനും കഫവും ചോരയും പോണതിനും നല്ലതാണ്. ഇതിട്ട് പൊടിയരി ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കണം രാവിലെ വൈകിട്ട്. ഇത് ഞാറയെന്ന് പറയുന്നത്. ഞാറയാണ് ഇതിൻ്റെ പേര്. ഇത് വയറ്റിൽ കുടലിലെ പുണ്ണ് മുതലായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇതിൻ്റെ തൊലി ഇട്ട് അരച്ച് ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുക. അരി തൊലി ചതച്ച് നീരെടുത്ത് കുടിക്കുക ചെയ്താൽ വയറ്റിലെ കുടൽ പുണ്ണ് മുതലായ രോഗങ്ങൾക്ക് വളരെ അത്യുത്തമമാണ്. ഇത് ഊരം. മുത്തങ്ങ പറിച്ചാൽ ഇതിൻ്റെ പേര് ഊരം എന്നാണ്. ഇത് വയറിലെ അസുഖങ്ങൾക്കും മൂലക്കുരു മുതലായ അസുഖങ്ങൾക്കും ഇതിൻ്റെ വേരിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക, അരച്ച് കുടിക്കുക ചെയ്തത് നല്ലതാണ്. അതിൻ്റെ വേരാണ് ഉപയോഗിക്കണത്? വേരാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഉഴമുഞ്ച എന്ന് പറയും. ഉഴമുഞ്ച. ഇത് കരിക്കിഴങ്ങെന്ന് പറയും. പിള്ളേർ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ കായ് പറിച്ച് തിന്നും. അതാണ് ഇതിൻ്റെ കായ്. ഇത് ചെറിയ കായാണ്, വലുതായിട്ടില്ല. പിന്നെ ഇതിൻ്റെ കായ് തന്നെ നല്ല രുചിയാണ്. എന്നിട്ട് പറഞ്ഞേ വരമ്പത്ത് കൊടിയേരി. വരമ്പത്ത് കൊടിയേരി എന്ന് പറഞ്ഞാൽ കാല് ഉളുക അരച്ച് കാടിയിൽ പുഴുങ്ങിയിട്ട് അരച്ച് കാലിലിടണം. പച്ചരിയുടെ ഉണക്കലരിയുടെ കാടി, നാട്ടരി ഉണക്കലരി, നാടൻ ഉണക്കലരിയുടെ കാടിൽ പുഴുങ്ങി അരച്ച് കാലിലിട്ട ആ കാലിൻ്റെ ഉളുക്ക് നീരൊക്കെ മാറിക്കിട്ടും.
എന്തുട്ടത് സാധനം കാണിച്ചേ? ഇത് വള്ളിപ്പാല. വള്ളിപ്പാല. ശ്വാസം മുട്ടിന് 7 ദിവസം 7 ഇല വെച്ച് തിന്നണം. ഓരോ ഇല. ഇത് വള്ളിപ്പാല. ഈ വള്ളിപ്പാല വളരെ രോഗങ്ങൾക്ക് വളരെ ഔഷധ ഗുണമുള്ളതാണ്. വള്ളിപ്പാല ഒരേ ഇല രാവിലെ വെറും വയറ്റിൽ ശ്വാസം മുട്ട് ആസ്മ രോഗമുള്ളവർക്ക് രാവിലെ ഒരേ ഇല വെറും വയറ്റിൽ കഴിക്കുക, ചവച്ച് നീരെടുക്കുക. അങ്ങനെ 7 ദിവസം ആകുമ്പോൾ 21 ഇല, ഒരേ ദിവസം ഓരോന്ന് കൂട്ടി 7 ദിവസം ആകുമ്പോൾ 21 ഇല ആകും. അങ്ങനെ കഴിക്കാം. അങ്ങനെ 7 ദിവസം കഴിക്കുക. മാറിയില്ലെങ്കിൽ 21 ദിവസം വരെ, 11 കഴിഞ്ഞാൽ 21 ദിവസം വരെ കഴിക്കാം. ശ്വാസം മുട്ട് മാറും. അത് തുടക്കത്തിൽ മാറും. ഒരുപാട് പഴകി കഴിഞ്ഞാൽ മാറാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പേര് തൊട്ടാവാടി എന്ന് പറയും. തൊട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇല ഉറങ്ങിപ്പോകും. ഇതിൻ്റെ ഇല പറിച്ചെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് താറാവ് മുട്ട എണ്ണമെഴുക്കൊന്നും കൂടാതെ ആ നീരിലേക്ക് കുത്തി ഒഴിച്ച് പൊരിച്ച് തിന്നാൽ മൂലക്കുരു, വയറിൽ മല ബന്ധമുള്ളവർക്കും വളരെ ഗുണമുള്ള സാധനമാണ് തൊട്ടാവാടി. ഇത് കശുമാവാണ്. കശുമാവിൻ്റെ ശരിയായ ഇലയും ഒരു തണ്ടുമാണിത്. ഇതിൻ്റെ തൊലി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് വയറിളക്കത്തിന് വെറുതെ ഉപ്പ് നീര് ഒഴിച്ച് കുടിച്ചാൽ എത്ര വലിയ വയറിളക്കും അപ്പം നിൽക്കും. ഒരു മണിക്കൂറിനകം കുറയും. വയറിളക്കം അപ്പം മാറും. കശുമാവിൻ്റെ തൊലി വളരെ ഔഷധ ഗുണമുള്ളതാണ്. കശുമാങ്ങയുടെ ചാറ് കഴിച്ചാൽ നല്ലതാണ്. വയറിനൊക്കെ കുടലിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന സാധനമാണ്. ഇലയാണ്. ഇതിൻ്റെ കൂമ്പ് ഇല എടുത്താൽ ഒരുപാട് ഗുണമുണ്ട്. ഇതിൻ്റെ കൂമ്പല നമുക്ക് നെഞ്ചരിഞ്ഞ് ചവച്ച് കയറി വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ കൂമ്പ് പറിച്ചിട്ട് ചവച്ച് നീരിറക്കി വേണമെങ്കിൽ അതിൻ്റെ പിശുറടക്കം കഴിക്കാം. പക്ഷെ നീര കണ്ട് ചവിട്ടി ഇറക്കിയാൽ അരമണിക്കൂർ മുൻപ് എത്ര വലിയ നെഞ്ചരിച്ചിലും കുടിച്ച് കയറ്റലും മാറും. ഇതാണ് വെട്ടടവ്. ഈ സാധനം നടുവേദനയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഇതിട്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ നടുവേദന പെട്ടെന്ന് മാറും. വെട്ടടവ് കാണിച്ച മരുന്നുകൾ കൂടാതെ ഇനിയും പല മരുന്നുകളും ചേർക്കേണ്ടതുണ്ട്. അതെല്ലാം മരുന്നുകളും പറിച്ചിട്ടില്ല. 68 കൂട്ടം പച്ചമരുന്നുകൾ കൂട്ടി വെച്ച് അതിൽ വേറെ മരുന്നുകൾ അരച്ച് ചേർത്ത് തേങ്ങയും മഞ്ഞളും എല്ലാം കൂടി അരച്ച് ചേർത്ത് കഞ്ഞി പച്ചരിയിട്ട് വേവിച്ച് അത് വേവ് പാകമാകുമ്പോൾ ഇറക്കി പശുവിൻ നെയ്യ് നറുനെയ്യിൽ താളിച്ച് ഉള്ളി അരിഞ്ഞിട്ട് നറുനെയ്യിൽ താളിച്ച് നമ്മൾ ആ കഞ്ഞി കുടിക്കുന്നത് കർക്കിടകത്തിൽ ഒരു 7 ദിവസം കുടിക്കുക. അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ഈ മരുന്ന് പറയുന്ന ഞങ്ങൾ കാണിച്ച മരുന്നുകളും ഇതിൻ്റെ കൂടെ ബാക്കി ചേർക്കേണ്ട ചേർത്തുകളും എല്ലാം കൂടെ കൂട്ടി കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് വലിയ മാറാ രോഗങ്ങളൊന്നും വരാതെ നമ്മൾ മാറാ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന മരുന്നുകളാണ്. ഇതിൽ 68 കൂട്ടം പച്ചമരുന്ന് രോഗങ്ങൾ ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ 68 കൂട്ടം പച്ചമരുന്നുകൾ ചേർത്ത് അതിൻ്റെ കൂടെ വേറെ അങ്ങാടി മരുന്നുകളും വേറെ പലതും ചേർത്ത് കൊറോണ പോലെ പകർച്ചവ്യാധി, വ്യാധി, 5-ാം പനി മുതലായ രോഗങ്ങൾക്കൊക്കെ വളരെ അത്യുത്തമമായ മരുന്നാണിത്. ചെവിയാർനെല്ലി, പിന്നെ മയിൽച്ചെവി, മുക്കുറ്റി, പൂവാങ്കുഴൽ പറയാത്ത ഒരുപാട് മരുന്നുകൾ, വേരുകളും തൊലികളും അടുപ്പത്ത് വെച്ച് കഷായം വെച്ചിട്ടേക്കണ്. അതിൻ്റെ കൂടെ ഇനി ഇതിനകത്ത് ഒരുപാട് ഞാൻ പറയാനില്ല. മരുന്ന് 3 പ്രാവശ്യം ഇടിച്ച് പിഴിഞ്ഞ് എടുത്തതിനാണ് 100% അതിൻ്റെ നീര് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ.
അതിന് ഇതിനകത്ത് ഈ മരുന്ന് ചേർക്കാനുള്ള എല്ലാ പച്ചമരുന്നിൻ്റെ വേരുകളും ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. ഒത്തിരി ചുണ്ടയുടെ വേര്, ഒരു വേരൻ വേര്, ഇതിനകത്ത് കഷായം വച്ചേക്കണ മരുന്നുകളുടെ പേരാണ് ഞാൻ പറയാൻ പോണ. തൊലിയും വേരിൻ്റെ മാത്രം പേര്: ലക്ഷ്മി തരുവിൻ്റെ തൊലി, മുള്ളൻചക്കയുടെ തൊലി, ഒരു വേരൻ തൊലി, കുരുന്തോട്ടി വേര്, കൊടിത്തൂത വേര്, പിന്നെ കശ്മാവത്തിൻ്റെ തൊലി, പിന്നെ ഒരുപാട് ചെറിയ ചെറിയ മരുന്നുകളും വേരുകളും ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർത്താണ് ഈ കഷായം തയ്യാറാക്കിയേക്കുന്നത്. ആ തയ്യാറാക്കിയ വെള്ളം ചേർത്താണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ചുവന്നുള്ളി, കുരുമുളക്, ചുക്ക്, വെളുത്തുള്ളി, നിലപ്പന, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക്, തുളസിയില, കൊടുവൻ്റെ ഇല, മൂഞ്ഞയുടെ ഇല, പിന്നെ തേക്കിൻ്റെ കൂമ്പ്, അത്രേ ഉള്ളത്. പിന്നെ തേങ്ങ, പേരയുടെ കൂമ്പ്, മൂഞ്ഞയുടെ കൂമ്പ്, അത്രയും സാധനം. എന്താ ചെയ്യണേ? ആ സാധനം ഞാൻ തേങ്ങയും കൂട്ടി അടിച്ചെടുക്കണം. അത് അരപ്പാക്കി ഈ പാകം ചെയ്ത കഞ്ഞിയിലേക്ക് ഇത്രയും കൂട്ടുകൾ ചേർത്ത് അരച്ച തേങ്ങ ഈ കഞ്ഞിയിലേക്ക് ചേർക്കുന്നു. ആ മരുന്നഞ്ഞിയാണ്. മരുന്നഞ്ഞി റെഡിയായി. കണ്ട തൊണ്ടയും മരുന്നഞ്ഞിലോട്ട് ഇപ്പം നന്നായി ഉള്ളി മൂപ്പിച്ച് നന്നായി ഉള്ളി മൂപ്പിച്ച് വയ്ക്കുകയാണ്. മരുന്ന് അടിച്ച് കഴിഞ്ഞ് കഞ്ഞിയായി അതിനകത്ത് നിറഞ്ഞി ചുവന്നുള്ളി മൂപ്പിച്ച് വയ്ക്കുകയാണ്. 68 കൂട്ടം പച്ചമരുന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൽ അരി, ആശാടി, ഉലുവ, അരി എല്ലാം, തേങ്ങ, ജീരകം, പെരുംജീരകം, നല്ല ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി എന്ന് വേണ്ട ചെറിയ ചെറിയ മരുന്നുകളും കൂട്ടി അരച്ച് ആ കഞ്ഞി ഉണ്ടെങ്കിൽ അതിന് വേരുകളും തൊലികളും കഷായം വെച്ച ആ വെള്ളവും കൂട്ടിയാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. അങ്ങനെ കൂട്ടിച്ചേർത്ത കഷായത്തിൽ ആ കഷായത്തിൻ്റെ വെള്ളമാണ് ഇത്. കഷായം തൊലിയും വേരും ഇട്ട് തിളപ്പിച്ച കഷായം, അങ്ങനെ തയ്യാറാക്കിയ കഞ്ഞിയും കഷായത്തിൻ്റെ വെള്ളമാണ് ഇത്. അപ്പം നമുക്ക് ഇച്ചിരി കുടിച്ച് നോക്കാം എന്താണെന്നുള്ളത്. ശരിയാണ്. അതിൻ്റെ കറിയാണ് ഈ ചെറുപയർ വറ്റിയതും ഉള്ളി മുളകും ചമ്മന്തിയും പപ്പടവും. ഇതാണ് യഥാർത്ഥ കർക്കിടക കൂട്ട് കഞ്ഞി. ഇതാണ് യഥാർത്ഥ കർക്കിടക കൂട്ട്. ഇതൊന്ന് കുടിച്ചു നോക്കും മക്കളെ. ഇതിൻ്റെ ഇത് അറിയണമെങ്കിൽ, ഗുണങ്ങൾ അറിയണമെങ്കിൽ. എനിക്ക് 64 വയസ്സുണ്ട്. ഈ 64 വർഷമായിട്ട് ഞാൻ ഈ കർക്കിടകക്കൂട്ടിൻ്റെ കഞ്ഞി ഞാൻ കുടിച്ച് വന്നതാണ്. ഇതുവരെയും ഇത് ഞാൻ നിർത്തിയിട്ടില്ല. ഇത്രയും ഈ 64 വയസ്സായിട്ടും ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കാൻ നിർത്തിയില്ല. അതിനിടയ്ക്ക് പലരും എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യും. ആ ഓർഡർ അനുസരിച്ച് ഞാൻ വച്ച് കൊടുക്കുകയും ചെയ്യും. എൻ്റെ മക്കളും അതനുസരിച്ച് അവർ കഞ്ഞി കുടിക്കാൻ പ്രായമായ കാലം തുടങ്ങി ഈ പ്രായം വരെ അവരും കുടിച്ചു പോയതാണ്. ഇതുവരെ കഞ്ഞികൾ നിർത്തിയിട്ടില്ല. അങ്ങനെ ഇതാണ് മക്കൾ എൻ്റെ ഉമ്മച്ചിയുടെ കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി. ഇതിൽ വളരെ കുറച്ച് മരുന്നുകളുടെ പേരായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം പറയാനായിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടുമെന്നുള്ളത് കൊണ്ടാണ് കുറച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഉമ്മച്ചിയുടെ ഈ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നാൻ കാരണം പലരും കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞ് വിൽക്കുന്നതും വാങ്ങുന്നതും കഴിക്കുന്നതും ഇതല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടിട്ട് ആണ് എൻ്റെ ഉമ്മച്ചിയുടെ ഈ അറിവ് നിങ്ങളിലേക്ക് പകരണമെന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ ഉമ്മച്ചി ഇത് മാത്രമല്ല, കർക്കിടകം തുടങ്ങിയാൽ ഫസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് ഈ കഞ്ഞിയാണ്. 3 ദിവസത്തെ ബ്രേക്കിന് ശേഷം ഒരു 7 ദിവസമായിട്ട് അത് കഴിക്കുക. അത് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തെ ബ്രേക്ക്. 3 ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും ഞങ്ങൾ പലതരം ഉണ്ടകളാണ്. ഉലുവ ഉണ്ട,
ചതോപ്പം ഉണ്ട, അങ്ങനെ പല ടൈപ്പ് ഉണ്ടകൾ മരുന്നുകൾ ചേർത്ത് ഇടിച്ചത് ഞങ്ങൾക്ക് തരും. അതിനുശേഷം വീണ്ടും 3 ദിവസം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കോഴിമരുന്ന്, ഒരുപാട് അങ്ങാടി മരുന്നുകളെല്ലാം ചേർത്തുള്ള കോഴിമരുന്ന് തരും. അതോടുകൂടി ഞങ്ങളുടെ കർക്കിടകത്തിലെ ആഘോഷം അവസാനിക്കും. നിങ്ങളിങ്ങനെയാണോന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഉമ്മച്ചി ഞങ്ങൾക്ക് അഭിമാനമാണ്. ഒരുപാട് പച്ചമരുന്നുകളെക്കുറിച്ച് അറിയാവുന്ന ഒരു ചെറിയ വൈദ്യരാണ് എൻ്റെ ഉമ്മച്ചി. ഇനി ഈ മരുന്നുകൾ വേണ്ടവർ എൻ്റെ ഉമ്മച്ചിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി.